ഹേയ്, എവിടേക്കാണ് പോകുന്നത്? എന്റെ പേര് അഭിമന്യു. ഞാനും ഈ പിറന്നാൾ പാർട്ടിയിലെ ഗസ്റ്റാണ്. ഗൈസ്, ഈ പിച്ചക്കാരൻ പറയുന്നത് കേട്ടോ? അവനും ഇവിടുത്തെ ഗസ്റ്റ് ആണത്രേ. പല്ലവി, ബേബി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ബേബിയോ? പല്ലവി, നിനക്ക് ഇയാളെ അറിയാമോ? ഇല്ല. ആരാ ഇത്? എനിക്കറിയില്ല. ആരാണിവൻ? ഹു ആർ യു? അത് കേട്ട് അഭിമന്യു ഞെട്ടിപ്പോയി. പല്ലവി അഭിമന്യുവിനെ അപമാനിക്കുന്നത് ഇതാദ്യമല്ലായിരുന്നു. പല്ലവി, നമുക്ക് പോകാം. ഏയ് പിച്ചക്കാരാ, പുറത്തു പോടാ. സെക്യൂരിറ്റി, ഇവനെ പിടിച്ച് പുറത്താക്ക്. അതേസമയം പിറന്നാൾക്കാരനായ വർമ്മ അവിടെ എത്തി. ആൾക്കൂട്ടത്തിനിടയിൽ അഭിമന്യുവിനെ അദ്ദേഹം കണ്ടു. അഭിമന്യുവിനെ തന്റെ പാർട്ടിയിൽ കണ്ടതോടെ വർമ്മ ഞെട്ടിപ്പോയി. അഭിമന്യു സാറേ, നിങ്ങളിങ്ങോട്ട്? ഇതെന്റെ ഭാഗ്യമാണ് സർ. ദയവായി സർ, അകത്തേക്ക് വരൂ. പ്ലീസ് പ്ലീസ്. ഈ കാഴ്ച കണ്ടപ്പോൾ പല്ലവിയും അവിടെയുള്ള മറ്റുള്ളവരുമൊക്കെ അമ്പരന്നുപോയി. പക്ഷെ അഭിമന്യു ഒന്നും പറഞ്ഞില്ല. അവൻ സൈലന്റായി പുറത്തേക്ക് പോയി. അവനവിടെ പല്ലവിയെ കാത്തിരുന്നു. പാർട്ടി കഴിഞ്ഞ് പിന്നെ പല്ലവി കുടിച്ച് ആടിയായിരുന്നു പുറത്തു വന്നത്. എന്തായാലും അഭിമന്യു പല്ലവിയെ കഴിയും വിധം സഹായിച്ച് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെയുള്ള എല്ലാവർക്കും അവനെ കളിയാക്കുന്നത് പതിവായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ പല്ലവിയുടെ കസിൻ ജീവൻ വാതിൽ തുറന്നു. അളിയ, നിനക്ക് നാണമാവുന്നില്ലേ ഇങ്ങനെ ജീവിക്കാൻ? അഭിമന്യു ഒന്നും പറഞ്ഞില്ല. അവിടെ പല്ലവിയുടെ കസിൻ സിസ്റ്റർ ദിവ്യയും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ അവൻ ദിവസേന കേൾക്കാറുണ്ട്. എന്തായാലും പല്ലവിയോടുള്ള സ്നേഹമോർത്ത് അവൻ ആരോടും ഒന്നും പറയാറില്ല. ഭിക്ഷാടകൻ തന്നെ. ഇങ്ങനെ ഒരുപാട് സഹിച്ചിട്ടും അഭിമന്യുവിന് ഇതൊക്കെ സഹിക്കാൻ വലിയൊരു കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ നീ ഇഷ്ടം പോലെ കളിയാക്ക്. ഒരു ദിവസം നിങ്ങളറിയും ഞാൻ ആരാണെന്ന്. അഭിമന്യുവിന്റെ യഥാർത്ഥ മുഖം ആരും അറിഞ്ഞില്ല. എന്തോ കാരണം കൊണ്ട് അവനത് എങ്ങനെയെങ്കിലും തുറന്നു പറയാനായി ഒരിക്കലും ശ്രമിച്ചില്ല. വീട്ടിലവർ മാത്രമല്ല, പല്ലവിയുടെ അമ്മ മാലിനി പോലും അവനെ തള്ളിപ്പറഞ്ഞു. അവർ പല്ലവിക്ക് ഡിവോഴ്സ് ചോദിക്കാൻ തന്നെ അവനോട് ആവശ്യപ്പെട്ടു.
അഭി, നമ്മളിപ്പോൾ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ദയവായി നീ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞേക്കരുത്. നീ എന്റെ ഓഫീസ് ഹെൽപ്പറാണെന്ന് പറയണം. പല്ലവി, പക്ഷേ അഭിമന്യു, അകത്ത് ആളുകളെല്ലാം വലിയ പണക്കാരാണ്. എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണെന്ന് അവരറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ലജ്ജ എന്നെ വല്ലാതെ വേദനിപ്പിക്കും. പല്ലവിയുടെ വാക്കുകൾ കേട്ട അഭിമന്യു മിണ്ടാതെ നിന്നു. ഇതാദ്യമായല്ല ഇയാൾ ഈ കൂട്ടത്തിൽ നിസ്സഹായനായി നിന്ന് പൊറുക്കുന്നത്. പല്ലവിയും കുടുംബവും അഭിമന്യുവിനെ ഒരു ഉപയോഗവുമില്ലാത്തവനായി കണ്ടിരുന്നു. പക്ഷേ അഭിമന്യു ആരുടെയും വാക്കുകളാൽ വേദനിച്ചില്ല. കാരണം അവൻ പല്ലവിയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. ഇന്ന് പല്ലവി തന്റെ ബാല്യകാല സുഹൃത്ത് കാവ്യയെ കാണാനായി ഹോട്ടലിലേക്ക് പോകുകയായിരുന്നു. അവളുടെ കൂടെ കുറെ ധാരാളം പണക്കാർ കൂട്ടുകാരുമുണ്ടായിരുന്നു. അഭി, അവസാനമായി ഞാൻ പറയുകയാണ്, ദയവായി എന്റെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടാകുന്ന വിധത്തിൽ ഒന്നും നടക്കരുത്. ശരി, എനിക്ക് മനസ്സിലായി. കാവ്യയുടെ കൂടെ പല സ്പോയിൽ റിച്ച് ബോയ്സും ഉണ്ടായിരുന്നു. ദേവ് മേനോൻ, പ്രകാശ് രാജ്, സുഷിൻ വർമ്മ. പല്ലവിയുടെ സൗന്ദര്യം കണ്ട അവരെല്ലാം അവളെ നോക്കി നിന്നു. ഹൂ ഇസ് ദിസ് കാവ്യ? ഇതൊരു പുഷ്പമാണല്ലോ. ഇവളാണോ? ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പല്ലവിയാണ്. അഭിമന്യുവിന്റെ പഴയ വസ്ത്രങ്ങൾ നോക്കിയപ്പോൾ സുഷിൻ കളിയാക്കി പറഞ്ഞു, ഇതെന്താ കാട്ടിൽ പുഷ്പത്തിൽ ഒട്ടിച്ചിരിക്കുന്ന കുന്തമോ? അതേസമയം അഭിമന്യു ശാന്തമായി പറഞ്ഞു, എന്റെ പേര് അഭിമന്യു. ഓ, ഓർമ്മ വന്നു. പല്ലവി, ഇവൻ തന്നെയല്ലേ നിന്റെ മുത്തശ്ശൻ നിന്നെ വിവാഹം കഴിപ്പിച്ച ആ പാവപ്പെട്ടവൻ? ഇതുകേട്ട് മറ്റു രണ്ടുപേരും തങ്ങളുടെ ഫ്ലേർട്ട് ശ്രമങ്ങൾ അവസാനിപ്പിച്ചു. പകരം അഭിമന്യുവിന്റെ ദാരിദ്ര്യത്തെപ്പറ്റി പരിഹസിക്കാൻ തുടങ്ങി. അഭിമന്യു ബ്രോ, ഞാൻ കേട്ടിട്ടുണ്ട് നീ ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്? ശമ്പളം എത്രയാ? അവർ 3 പേരും അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. 12,000 രൂപ. ചിലപ്പോ 15,000 രൂപ വരെ കിട്ടും ബോണസായിട്ട്. വലിയ ശമ്പളമല്ലേ? ഞാൻ എൻ്റെ ജ്വല്ലറിയിലെ അക്കൗണ്ടന്റിന് അതിൻ്റെ ഇരട്ടിയാണ് ശമ്പളം കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് വലിയ പൈസ തന്നെയാണ്. സുഷിൻ, നിന്റെ ഷോപ്പിനൊരു നല്ല ജീവനക്കാരൻ വേണമെങ്കിൽ ഇതാ അഭിമന്യുവിനെ ജോലിയിലെടുക്കൂ. അവൻ ഭയങ്കര ശാന്തനുമാണ് തോന്നുന്നു. അതെ അതെ, ഞാൻ 20,000 മുതൽ 25,000 വരെ ശമ്പളമാവും വാഗ്ദാനം ചെയ്യുക. അഭിമന്യു ബ്രോ, നിനക്ക് വേണമെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്യും. ആർക്കാണ് അവർ ജോലി ഓഫർ കൊടുക്കുന്നത്? അഭിമന്യുവിനോ? അവൻ ആഗ്രഹിച്ചാൽ ഈ 3 പേരെയും ഒറ്റ ദിവസം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ആളാണവൻ. പക്ഷേ പല്ലവിക്ക് പോലും അതറിയില്ലായിരുന്നു. അവന്റെ യഥാർത്ഥം ആരും അറിഞ്ഞില്ല. അഭിമന്യുവും അതൊന്നും ഇവിടെ വെളിപ്പെടുത്താനും ആഗ്രഹിച്ചില്ല. സുഷിൻ സാറേ, ഈ ഓഫർ തന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ പരിഗണിച്ചെന്നതിൽ നന്ദിയുണ്ട്. എനിക്ക് ജ്വല്ലറിയെക്കുറിച്ച് വലിയ പരിചയമില്ല. ഞാനിവിടെ പല്ലവിയോടൊപ്പം വന്നതാണ്. അഭിമന്യുവിന്റെയും ആ പണക്കാർ ചെക്കന്മാരുടെയും സംസാരം കേട്ട് ദേഷ്യം വന്ന പല്ലവി അവിടെ നിന്ന് പോയി. അയാളെ അസഹനീയമായ മദ്യവാസനയുണ്ടായിരുന്നു. അവനായിരുന്നു ജസ്റ്റിൻ. ഇതിന്റെ മറുപടി എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഒന്നും ചിന്തിക്കാതെ പേടിച്ചുകൊണ്ട് പല്ലവി കണ്ണടച്ചു. പക്ഷേ ബിയർ ബോട്ടിൽ അതിനു മുമ്പ് ആരോ പിടിച്ചു. നീ കുടിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ നല്ലതിനായി ഞാൻ പറയുകയാണ്, എന്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയതിന് ഇപ്പം മാപ്പ് പറയ്. നീ എനിക്ക് നേരെ കൈ ഉയർത്തിയോ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ എത്രമാത്രം കുടിച്ചിട്ടുണ്ടെന്ന്. അഭിമന്യുവിന്റെ ഈ പ്രതികരണത്തിൽ പല്ലവി ഞെട്ടിപ്പോയി. പല്ലവിക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അപ്പോൾ തന്നെ ദേവ് മേനോനും പ്രകാശ് രാജും ശബ്ദം കേട്ട് ഓടിയെത്തി. ഈ കുടിയൻ എന്റെ മേൽ കൈവയ്ക്കാൻ നോക്കി. പല്ലവിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവ് മേനോന്റെ കണ്ണിൽ തീ തെളിഞ്ഞു. പല്ലവിയെ കയ്യിലെടുക്കാൻ ഈ അവസരം അവൻ ഉപയോഗിച്ചു. ഈ ഹോട്ടൽ അവന്റെ സ്വന്തമായതിനാൽ അവൻ അവിടെ അവരെ അടിച്ചിട്ട് ഹീറോ ആകാൻ ശ്രമിച്ചു. നിനക്കെങ്ങനെ പല്ലവിയോട് ഇങ്ങനെ പെരുമാറാൻ ധൈര്യം വന്നു? നിന്നെ ഞാൻ കൊല്ലും. ഇവർ 2 പേരും
എപ്പോഴും എൻ്റെ ഭാര്യ പല്ലവിയെ ഇംപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനാണ് ഈ ആളെ അതിര് കടന്ന് അടിക്കുന്നത്. ഒരൊന്നുറപ്പാണ്, ഇയാളെ സാധാരണ മദ്യപാനിയായി കാണാൻ കഴിയില്ല. ദയവായി നിർത്തൂ. അവനുള്ള ശിക്ഷ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും തല്ലിയാൽ അയാൾ ചത്തുപോകും. നീ എന്തിനാണ് പേടിക്കുന്നത്? ഏയ് ബ്രോ, നീ എന്തിനാ പേടിക്കുന്നത്? ഈ ഊള മരിച്ചാലും ആരും നോക്കില്ല. ഞാനാണ് ഈ ഹോട്ടലിന്റെ ഉടമ. ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും. ഈ അഭി ഒരു ഭീരുവാണ്. പല്ലവിക്ക് അഭിമന്യുവിനോട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ ദേവിനെയും പ്രകാശ് രാജിനെയും നോക്കി പറഞ്ഞു, മതി, ഇനി അവനെ വിട്ടേക്ക്. ഏയ് അഭിമന്യു, നീ പെട്ടെന്ന് പേടിക്കുന്നുണ്ടല്ലോ. നീ കുറച്ച് ധൈര്യം വരാൻ ഞങ്ങളുടെ കൂടെ കുടിക്കോ. അതൊരു പരിഹാസത്തിന്റെ വാക്കുകളായിരുന്നു. എന്നാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ടും അഭിമന്യു ഒന്നും പ്രതികരിച്ചില്ല. അതേസമയം ആ ഗുണ്ടകൾ അകത്തെത്തി. ദേവ് മേനോൻ അവരെ കണ്ടു. ഇവന്റെ തൊലിക്കട്ടി ചില്ലറയല്ല. ഇത്ര തല്ല് കിട്ടിയിട്ടും വന്നിരിക്കുന്നത് കണ്ടില്ലേ? പ്രശ്നമില്ല, ഞാൻ ഇവരെ ഒരു പാഠം പഠിപ്പിക്കും. ദേവ് മേനോൻ സാധാരണ പോരാളിയല്ല, കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയവനാണ്. ജസ്റ്റിന്റെ കൂടെയുള്ള ഗുണ്ടകളെ ഓരോരുത്തരെയും അവൻ തല്ലി വീഴ്ത്തി. അവൻ ആ സംഘത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഗുണ്ട എന്ന് പറയാൻ യോഗ്യതയില്ല. വാവ് വാവ് ദേവ്, അത് പൊളിച്ചടക്കി. ഇനി ഇവന്മാർ പ്രശ്നത്തിന് വരില്ല. പല്ലവി, കാവ്യ, നിങ്ങൾ ഓക്കെ അല്ലേ? പല്ലവി, കാവ്യ ഇരുവരും തലകുലുക്കി ഉത്തരം പറഞ്ഞു. പല്ലവിയുടെ കണ്ണുകളിൽ പ്രശംസ കാണണമെന്ന് ദേവുമേനോൻ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ ഒന്നും ചെയ്യാതെ ഗുണ്ടകളെ നോക്കി നിൽക്കുന്ന അവളുടെ ഭർത്താവ് അഭിമന്യുവിലായിരുന്നു. ഇത് കണ്ട് ദേവുമേനോന് ദേഷ്യം വന്നു. ഈ ഗുണ്ടകളെ എന്താണ് ചെയ്യേണ്ടത്? ആരോടെങ്കിലും വിളിച്ചു കൊണ്ടുപോകാൻ പറയണോ? വേണ്ട, അതെന്റെ സ്റ്റാഫ് നോക്കും. നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വരൂ. സുഷിൻ അതെല്ലാം വെറുതെ പറഞ്ഞതായിരുന്നു. അതൊന്നും ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. ഓഹോ, നിങ്ങൾക്ക് അത്രയും ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടാൻ വാടാ. അതെ, എനിക്ക് പേടിയില്ല. നിങ്ങളെ തോൽപ്പിക്കുന്നതൊക്കെ എനിക്ക് കുട്ടിക്കളിയാണ്. ദേവ് മേനോൻ ഇത് പറഞ്ഞ ശേഷമാണ് ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് അവൻ കണ്ടത്. തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ദേവ് മേനോൻ ഒന്ന് ഞെട്ടി. അതവൻ കണ്ടിട്ടുള്ള സാധാരണ ഗുണ്ടയല്ല, അത് മഹേശ്വരായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഒരുതരം തിളക്കമുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ദേവ് മേനോനും കൂട്ടുകാർക്കും മരണം തേടി വരുന്നതുപോലെ തോന്നി. അവരുടെ 3 പേരുടെയും സമ്പന്നമായ ബിസിനസ് കുടുംബങ്ങൾ മഹേശ്വരന് പ്രതിമാസം കാവൽ പണം കൊടുക്കാറുണ്ട്. ഇന്ന് അവർ അതേ മഹേശ്വരുമായിട്ടാണ് മുട്ടിയത്. ആർക്കാണ് എന്നെ തല്ലി തോൽപ്പിക്കേണ്ടത്? ചേട്ടാ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. താങ്കളാണ് പിറകിലെന്ന് ഞാൻ ദയവായി ക്ഷമിക്കണം. പ്രശ്നമില്ല, തമാശയൊക്കെ വേണം. ഞാനും നിന്റെ കൂടെ ഒരു തമാശ കളിക്കാം. നമുക്കിത് സംസാരിച്ച് തീർക്കാം.
എങ്ങനെയുണ്ട് എന്റെ തമാശ? കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ദേവ് മേനോൻ നിലത്ത് വീണ് നെഞ്ചിൽ പിടിച്ച് വേദന കൊണ്ട് അലറി വിളിച്ചു. സുഷിനും പ്രകാശിനും അത് വിശ്വസിക്കാനായില്ല. ഇരുവരും മുട്ടുകുത്തി നിന്നു. എല്ലാവരും വേദനയിൽ കരയുകയാണ്. ഈ കാഴ്ച കണ്ട കാവ്യയും പല്ലവിയും പേടിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ പല്ലവിക്ക് ഒരു കാര്യം വ്യക്തമായി. ഈ 3 പേർ കാരണം അവൾ വലിയ പ്രശ്നത്തിലായി എന്ന്. തന്റെ ചുറ്റും നടക്കുന്നതെല്ലാം മഹേശ്വർ ആസ്വദിച്ചു. എനിക്കറിയാമായിരുന്നു അയാൾ ഒരു സാധാരണ മദ്യപാനിയായ ഗുണ്ടയല്ലെന്ന്. പക്ഷേ മഹേശ്വറിനെ പോലെ ഒരാൾ അവനു പിന്നിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ പല്ലവിയെ ആരും ഉപദ്രവിക്കാത്തിടത്തോളം നേരം ഞാനിതിൽ ഇടപെടില്ല. മഹേശ്വർ മറ്റു 3 പേരെ ശ്രദ്ധിച്ചില്ല. അയാൾ ഈ 3 സ്പോയിൽഡ് റിച്ച് കിഡ്സിനെ തല്ലിക്കൊണ്ടിരുന്നു. 1 മിനിറ്റ്. അവന്റെ കൈയും കാലുകളും ഒടിച്ചേക്ക്. അതിനുശേഷവും അവന്റെ നാവ് പൊങ്ങിയാൽ, അവൻ മരിച്ചാൽ അവന്റെ സമ്പന്നനായ അച്ഛന് 2 കോടി രൂപ കൊടുക്കണം. നിർത്തൂ, ഇനി മതിയാക്കൂ. പല്ലവി ഇത് പറഞ്ഞപ്പോൾ മഹേശ്വർ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അഭിമന്യു സാർ. അവന്റെ കണ്ണുകൾ വലുതായി. സ്വന്തം കണ്ണുകൾ അവന് വിശ്വസിക്കാനായില്ല. ഇവിടെ നിന്ന് പോകാം. മഹേശ്വരന്റെ പ്രതികരണം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അഭിമന്യുവിനെ കണ്ടപ്പോൾ മഹേശ്വർ എന്തിനാണ് പകച്ചത്? മഹേശ്വർ അവന്റെ ഗുണ്ടകളെ കൂട്ടി പെട്ടെന്ന് സ്ഥലം വിടാനൊരുങ്ങി. ഇവർ തമ്മിൽ മുൻപ് പരിചയമുണ്ടോ? അഭിമന്യു യഥാർത്ഥത്തിൽ രഹസ്യസമ്പന്നനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണവൻ പാവപ്പെട്ട ഹൗസ് കീപ്പറായി ജീവിക്കുന്നത്? എന്തുകൊണ്ടാണവൻ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? പല്ലവിയുടെ അച്ഛൻ അവളെ എങ്ങനെ ഇങ്ങനെ പാവപ്പെട്ടവനോട് കല്യാണം കഴിപ്പിച്ചു? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.